സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഈ സമയത്തിന് ആവശ്യം ആയിരിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഈ ദിവസം നിങ്ങളുടെ ആവശ്യം എന്താണോ പറയാൻ കഴിയുമോ? എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളോട് എന്താണെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. കാരണം ഞാൻ ചോദിക്കാറുണ്ട്, പഠനമാണോ, ആരോഗ്യമാണോ, എന്തെങ്കിലും പ്രശ്നത്തിനാണോ, സൗഖ്യത്തിന് വേണ്ടിയാണോ? 100 പേരിൽ 1-2 പേർ പറയും ആത്മീയമായി വളരണമെന്ന്, വിശ്വാസത്തിൽ വളരണമെന്നും, പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ബാക്കിയുള്ള എല്ലാവരും വീട് വേണം, മക്കൾ വേണം, സൗഖ്യമുണ്ടാകണം, സ്വന്തമായി വാഹനം വാങ്ങണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചില ആളുകൾ എന്ത് ചോദിക്കണമെന്ന് അറിയാതെ തലകുനിക്കും. എന്താണ്? യാതൊരു വ്യക്തതയും നിശ്ചയമില്ലാതെ പ്രാർത്ഥിക്കുന്നതിൽ ഒരു പ്രയോജനവും ഇല്ല. കർത്താവ് പ്രാർത്ഥനയുടെ സമയത്ത് ചോദിച്ചിരുന്നു, നിനക്കെന്താണ് വേണ്ടതെന്ന്. 38 വർഷമായി ഒരുവൻ കിടക്കുകയാണ്. എവിടെയാണ്? ബെഥെസ്ദ കുളത്തിൻ അരികിൽ. കർത്താവ് അവനെ കണ്ടിട്ട് അനേക വർഷങ്ങളായി അവനിവിടെ കിടക്കുന്നു എന്നത് മനസ്സിലാക്കി അവൻ്റെ അടുക്കൽ വന്നിട്ട് സൗഖ്യപ്പെടുത്തുകയല്ല ചെയ്തത്. അവനോട് വന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്, ഇവിടെ എല്ലാ ദിവസവും ക്രമമായിട്ട് ആളുകൾ വരുന്നു, അവരെന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുവാനാണ് ആഗ്രഹം എന്ന് പറയുകയായിരുന്നെങ്കിൽ വേറെ രീതിയിൽ ആയിപ്പോയിനി. എന്താണ്? സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ആ ഭിക്ഷക്കാരൻ വിളിച്ചു പറഞ്ഞു. അവന്റെ അപേക്ഷ കേട്ടിട്ട് കർത്താവ് നിന്നിട്ട്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. നിനക്കെന്താണ് വേണ്ടത്? എനിക്ക് മണിയുള്ള ഒരു ദണ്ട് വേണം, അതുകൊണ്ട് എനിക്ക് ഭിക്ഷ യാചിക്കാനാണ്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പണം വേണം, അതെനിക്ക് സഹായകരമാകും ഇപ്പോൾ എന്നൊക്കെ ചോദിക്കാൻ കഴിയും. എന്നാൽ അവനെന്താണ് ചോദിച്ചത്? എനിക്ക് നിന്നെ കാണുവാൻ, എനിക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞു. എപ്പോഴാണെങ്കിലും ശരി, നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ വ്യക്തമായിട്ട് അവനോട് ചോദിക്കണം. അവനോട് ചോദിക്കണമെങ്കിൽ യഥാർത്ഥമായി നമ്മുടെ ആവശ്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് നിന്റെ ആവശ്യം എന്താകുന്നു? നിന്റെ ജീവിതത്തിലെ കുറവ് എന്താകുന്നു? എന്താകുന്നു നിന്റെ ഇഷ്ടം എന്നത് നീ പരിശോധിക്കണം, ചോദിക്കണം. ചോദിക്കുക, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ഈ കാലത്ത് മനുഷ്യർക്ക് എന്ത് ചോദിക്കണമെന്ന് അറിയില്ല. തന്റെ ജീവിതത്തിലുള്ള കുറവെന്താണ്, ആവശ്യമെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിന്റെ ബലഹീനത എന്താണെന്ന് നിനക്ക് അറിയാൻ കഴിയുന്നില്ല. ഇനി വ്യക്തമായി പറയുകയാണെങ്കിൽ, നിന്റെ ജീവിതം എന്താകുന്നുവെന്ന് നിനക്ക് അറിയുവാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, നീ എന്തിനാണ് ജീവിക്കുന്നത് എന്ന വിഷയം എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ വരെ? ഒരുവൻ പറഞ്ഞു, എന്തിനും ജീവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ മരിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട്. എന്താണ്? എന്തിനാണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? ജോലി നേടാൻ വേണ്ടി. എന്തിനാണ് ജോലി നേടുന്നത്? വിവാഹം കഴിക്കാൻ. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? കുഞ്ഞുങ്ങൾ ജനിക്കാൻ. എന്തിനാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്? അവരെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി. എന്തിനാണ് അവരെ വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിക്കുന്നത്? എൻ്റെ ഉത്തരവാദിത്തം തീർക്കുന്നതിന് വേണ്ടി. എന്താണ്? ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ നാം വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ദൈവത്തിന് എല്ലാ വ്യക്തികളുടെ മേലും വലിയ പദ്ധതികൾ ഉണ്ട്. ഏറ്റവും പ്രധാനമായി അവൻ വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്തതായ, ആകർഷിച്ചതായ അവൻ്റെ ജനത്തിന് മേൽ അവന് വലിയ പദ്ധതികൾ ഉണ്ട്. ഭൂമിയിൽ നിന്ന് ആകാശം എത്ര ഉയർന്നിരിക്കുന്നുവോ അത്രയും ഉയർന്നതായ പദ്ധതികൾ നമുക്കത് ചിന്തിക്കുവാൻ കഴിയില്ല. നമ്മുടെ ആലോചനകൾക്കപ്പുറമാണ്.
അങ്ങനെയുള്ളതായ വിചാരങ്ങളാണ് അവന് നമ്മെക്കുറിച്ച് ഉള്ളത്. ആരാണോ അവയെ തിരിച്ച് അറിയുന്നത്, മനസ്സിലാക്കുന്നത്, അവർ ഭാഗ്യവാന്മാർ. ഈ കാലത്ത് ക്രിസ്തീയ സഭ എന്ന പദത്തിന് വില നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്നുള്ള വാക്കിന് അർത്ഥം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നവൻ പാപം ചെയ്യാം, എന്നാൽ ക്രിസ്ത്യാനി പാപം ചെയ്യുകയില്ല. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരിൽ കള്ളം പറയുന്നവനും വഞ്ചന ചെയ്യുന്നവനും മദ്യപാനിയും കൈക്കൂലിക്കാരുമൊക്കെ ഉണ്ടാകും. എന്നാൽ ക്രിസ്ത്യാനി കൈക്കൂലി വാങ്ങില്ല, കള്ളം പറയുകയില്ല. ഈ കാലത്തുള്ള മനുഷ്യർക്ക് ക്രിസ്ത്യാനി ആരാകുന്നു, ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവർ ആരാണ് എന്ന് അറിയുന്നില്ല. നന്മ എന്താണോ തിന്മ എന്താണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നന്മയും തിന്മയും കൂടിച്ചേർന്നിരിക്കുന്നു, നല്ലതും ചീത്തയും കൂടിച്ചേർന്നിരിക്കുന്നു. എന്താണ് നല്ല കള്ളം? ഒരു നല്ല കാര്യത്തിന് വേണ്ടി കള്ളം പറയുകയാണെങ്കിൽ അത് നല്ല കള്ളമാണ്, ചീത്ത കള്ളമല്ല എന്ന് പറയും. ഇങ്ങനെ സമർത്ഥിക്കാറുണ്ട്. ഈ കാലത്ത് ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണർവാകുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോവുകയാണെങ്കിൽ നീതിമാന് എന്തു ചെയ്യുവാൻ കഴിയും? ബിൽഡിങ്ങിന് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്യുവാൻ കഴിയും, വൈറ്റ് വാഷ് ചെയ്യാൻ കഴിയും, കളറടിക്കുവാൻ കഴിയും, റിനോവേഷൻ ചെയ്യാൻ കഴിയും. എന്നാൽ അതിൻ്റെ അടിസ്ഥാനമേ തകർന്നു പോയാൽ പിന്നെന്ത് ചെയ്യാൻ കഴിയും? ക്രിസ്തീയ വേലയ്ക്ക് യേശുക്രിസ്തു തിരഞ്ഞെടുത്തതായ സഭയ്ക്ക് ചില അടിസ്ഥാനങ്ങൾ ഉണ്ട്. ആ അടിസ്ഥാനങ്ങളുടെ മേൽ അനേകം ആളുകൾ ഇപ്പോൾ വരെയും ഒരുപാട് ദൈവദാസന്മാരും മിഷണറിമാരും സുവിശേഷകന്മാരും ദേശത്തും വിദേശത്തുമായി സഭകളെ പണിതുകൊണ്ടേയിരിക്കുന്നു, കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അടിസ്ഥാനം ക്രിസ്തുവാകുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പണിയപ്പെട്ട അടിസ്ഥാനത്തിൽ, അവന്റെ നാമത്തിൽ ദൈവവേല നടക്കുന്നു. എന്നാൽ ഈ കാലത്ത് യേശുവിനെ തന്നെ മാറ്റി വച്ചിരിക്കുമ്പോൾ, സഭകളിൽ യേശുവിന് സ്ഥാനമില്ലാതെ ഇരിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോൾ, യേശുവിന്റെ ക്രൂശിന്റെ സുവിശേഷം പ്രസംഗിക്കാതിരിക്കുമ്പോൾ, യേശുവിന്റെ ക്രൂശിലെ യാഗത്തെക്കുറിച്ച് വിവരിക്കാതിരിക്കുമ്പോൾ, യേശുവിന്റെ വചനത്തെ പ്രസംഗിക്കാതെ ഇരുന്നാൽ ആ സഭയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയെന്നാണ് നാം ഈ കാലത്ത് കേൾക്കുന്ന പല പ്രസംഗങ്ങളിലും. പലപ്പോഴും യേശുക്രിസ്തു എന്നുള്ള പേര് പോലും കേൾക്കാതെ ഉള്ള പ്രസംഗങ്ങളുണ്ട്. നിങ്ങൾ ഇന്നു മുതൽ ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, എന്നെയും ശ്രദ്ധിക്കണം. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയാതെ, അവന്റെ ക്രൂശിലെ യാഗം എന്നത് കുറഞ്ഞത് ഒരു തവണ പോലും പറയാതെ, അവന്റെ നാമത്തെക്കുറിച്ച് മഹത്വപ്പെടുത്താതെ ആ ശുശ്രൂഷയും പ്രസംഗവും അവസാനിപ്പിക്കുകയാണെങ്കിൽ അടിസ്ഥാനങ്ങൾ പോയിരിക്കുന്നു. ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനം. ക്രിസ്തുവിനും നിനക്കുമാണ് ബന്ധമുള്ളത്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനാകുന്നവൻ ഒരുവനേയുള്ളൂ, ഒരുവൻ മാത്രം, ഒരുവൻ മാത്രം. ആരാണവൻ? എൻ്റെ പാസ്റ്ററാണോ? നിന്റെ പാസ്റ്ററാണോ? എൻ്റെ സഭയാണോ? നിന്റെ സഭയാണോ? ആരാണ്? യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ. ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ യേശുവുമായി ബന്ധിപ്പിക്കണം, അല്ലാതെ എന്നോടല്ല ബന്ധിപ്പിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കെട്ടുന്ന ഒരു ബാനറിനോട് അല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു സഭയുടെ പേരുമായിട്ടല്ല, സഭയുടെ ഒരു രീതികളുമായിട്ട് അല്ല, സഭയുടെ ആചാരങ്ങളുമായിട്ടല്ല, സഭയുടെ ചിന്താഗതികളുമായിട്ടല്ല, യേശുക്രിസ്തുവുമായിട്ടാണ് ഡയറക്റ്റ് ലിങ്ക്. ഏറ്റവും പിന്നിലിരിക്കുന്ന പ്രായമുള്ള സ്ത്രീയാകട്ടെ, ഏറ്റവും മുൻപിലിരിക്കുന്ന കൊച്ചു പയ്യനാകട്ടെ,
യൗവനക്കാരനാകട്ടെ, വിദ്യാഭ്യാസമുള്ളവനാകട്ടെ, വിദ്യാഭ്യാസമില്ലാത്തവനാകട്ടെ, ധനവാനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, എല്ലാ വ്യക്തികൾക്കും യേശുവുമായി ബന്ധം ഉണ്ടായിരിക്കണം. നോ മീഡിയേറ്റർ. ഈ കാലത്ത് മീഡിയേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് എത്രയോ ആളുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നറിയാമോ? കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് പങ്കുവയ്ക്കുന്നതായ കാര്യത്തിൽ എത്രയോ ആളുകൾ മാറിപ്പോകുന്നു എന്ന് നോക്കുക. അവസാനം ബാക്കിയാവുന്നത് എത്രയാണെന്ന് നോക്കുക. പുതിയൊരു റോഡ് പണിതിനു വേണ്ടി ഇത്ര പണമാകുമെന്ന് പറയുന്നു. എന്നാൽ പണിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അവസാനം അഴിമതി കാണിച്ചവരായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ കാലത്ത് ഇതേ അവസ്ഥ ദൈവസഭയിലേക്കും വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ യേശുവിനോട് സമാധാനമുള്ളവനാണെങ്കിൽ, നീ യേശുവിനോട് സമാധാനമുള്ളവനാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും, നീ ക്രിസ്തുവിലാകുന്നു എങ്കിൽ, ഞാൻ ക്രിസ്തുവിലാകുന്നു എങ്കിൽ, എൻ്റെ പിതാവ് ക്രിസ്തു ആകുമ്പോൾ, നിന്റെ പിതാവ് ക്രിസ്തു ആകുമ്പോൾ, എൻ്റെ ദൈവം യേശു ആയിരിക്കുമ്പോൾ, നിന്റെ ദൈവം യേശു ആയിരിക്കുമ്പോൾ, നാം രണ്ടുപേരും എങ്ങനെയായിരിക്കും? ഐക്യതയുള്ളവരായിരിക്കും. ഭിന്ന അഭിപ്രായങ്ങൾ നമുക്ക് ഉണ്ടാകില്ല. എന്നാൽ ഈ കാലത്ത് നോക്കൂ, ഡിനോമിനേഷൻസ്, പണമനുസരിച്ചാണ് ഡിനോമിനേഷൻസ്. പണ്ടുള്ള ഡിനോമിനേഷൻസ് വേറെയായിരുന്നു, ഇപ്പോൾ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പണ്ട് കാലത്ത് അണ, ഒരെണ്ണ, കാലെണ്ണ, അരയണ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം പൈസ കൊണ്ടുവരുവാൻ ഇടയായി. 5 പൈസ, 5 പൈസ, 10 പൈസ, 15 പൈസ, 20 പൈസ, അങ്ങനെ. ഇപ്പോൾ അതുമില്ല. എന്താണ്? നേരത്തെ ഒരു ഡിനോമിനേഷന് 1000 രൂപയും 500 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഒറ്റയടിക്ക് 2000 രൂപ ആയിരിക്കുന്നു. ഇങ്ങനെ സഭകളുടെ പേരുകൾ മാറ്റിക്കൊണ്ട് എൻ്റെ സഭയാണ് വലുത്, ഞങ്ങളുടെ സഭയാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭിന്ന അഭിപ്രായങ്ങളാൽ സഭകൾ ഖണ്ഡം ഖണ്ഡമായി പോകുന്നു. രക്തം കൊടുത്തു വാങ്ങിയത് അവനാണ്. നമ്മെ അവൻ രക്തം കൊടുത്ത് വാങ്ങിയതാണ്. നാം നിർദോഷവും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന് വേണ്ടി, കറയും ചുളുക്കവുമില്ലാത്തവരായിരിക്കാൻ. ആരും തന്നെ നമ്മിൽ ഒരു ചുളുക്കമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു കറയുണ്ട് എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം വിശുദ്ധിയുള്ള ജനമായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദിവസം ആ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കണം. സത്യക്രിസ്ത്യാനി, കള്ളക്രിസ്ത്യാനി, വീണുപോയ ക്രിസ്ത്യാനി, മദ്യപിക്കുന്ന ക്രിസ്ത്യാനി, കൈക്കൂലി വാങ്ങുന്നതായ ക്രിസ്ത്യാനി, നാമധേയ ക്രിസ്ത്യാനികൾ, ഇങ്ങനെയുള്ള പേരുകൾ എന്തുകൊണ്ടാണ് വന്നത്? ആത്മാവിനാൽ നിറയപ്പെട്ടവൻ, അഭിഷേകം പ്രാപിച്ചവൻ, ഇതെല്ലാം നാം ആക്കി വച്ചിരിക്കുന്നതാണ്. ദൈവം തിരഞ്ഞെടുത്തത് ഒന്നാണ്. ദൈവത്തിൻ്റെ പദ്ധതി ഒന്നാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ദൈവജനത്തിനു മേലുള്ള അവൻ്റെ ഉദ്ദേശം ഒന്നേയുള്ളൂ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? എല്ലാം വീണ്ടും ഒന്നേന്ന് പണിത് തുടങ്ങി വരണം. വീണ്ടും പുതിയ അടിസ്ഥാനമല്ല, അതേ അടിസ്ഥാനം. എന്നാൽ നാം ആദ്യം മുതൽ തന്നെ പണിത് വരേണ്ടതാണ്. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികളെ കൂട്ടം കൂട്ടമായിട്ട് പിടിച്ചിട്ട് ജയിലിൽ അടച്ചിരുന്നു. വലിയ ഓഡിറ്റോറിയങ്ങളിൽ, ചുറ്റുമുള്ള വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിൽ നടുക്ക സിംഹത്തിൻ്റെ കൂട്ടിൽ അവരെ ഇട്ടിട്ട് അടയ്ക്കുമായിരുന്നു. സിംഹം അവരെ കൊല്ലുന്നത് കണ്ട് രസിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. അങ്ങനെ അനേകം ആളുകൾ രക്തസാക്ഷികളായി മരിച്ചു പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപയാൽ കോൺസ്റ്റന്റൈൻ എന്ന രാജാവ്, അവൻ ഒരു വിശ്വാസി അല്ലായിരുന്നു, എന്നാൽ അവൻ്റെ മാതാവ് ഒരു വലിയ ഭക്തയായിരുന്നു. തന്മൂലം ആ കാലത്ത് ദേശം മുഴുവൻ ക്രിസ്ത്യാനിത്വം പടരാനിടയായി. ഇന്ന് യെരുശലേമിൽ പോവുകയാണെങ്കിൽ ഇവിടെയാണ് കർത്താവ് പ്രാർത്ഥിച്ചതായ ഗത്സമന, ഇത് കർത്താവ് ജനിച്ച ബെത്ലഹേം, ഇതാണ് തുറന്നു കിടക്കുന്ന കല്ലറ, ഇതാണ് നസ്രയത്ത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും.
ആ കോൺസ്റ്റന്റൈൻ രാജാവിൻ്റെ മാതാവിനെ കർത്താവ് ദർശനത്തിൽ വന്നിട്ട് എൻ്റെ ആ തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കിട്ടു എന്ന് പറയുകയും അവൾ വ്യക്തിപരമായി ഒരു മഹാറാണിയായിരുന്ന സമയത്ത് അവൾ യെരുശലേമിലേക്ക് പോവുകയും അവിടെയുണ്ടായിരുന്ന പ്രായമുള്ള ആളുകളോട് അതുപോലെ പരിസരവാസികളോടും എല്ലാം തന്നെ വ്യക്തമായി അന്വേഷിച്ചിട്ട് ഇവിടെ യേശു എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ വ്യക്തമായി കണ്ടുപിടിച്ച് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഓരോരോ ആലയങ്ങൾ പണിതു. അതുകൊണ്ട് ഇപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ഒറ്റയടിക്ക് റോമിൽ എല്ലാവരും ക്രൈസ്തവ മതം സ്വീകരിക്കണമെന്ന് നിർബന്ധമായി പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും റോമൻ കാത്തോലിക്കറ്റ്സ് ആയിപ്പോയി. ആ കാലത്തുള്ള ഗ്രീക്കുകാരും റോമൻസും എല്ലാം വിഗ്രഹാരാധികൾ ആയിരുന്നു. എല്ലാവരും മറിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ആരാധിക്കുകയും അതുപോലെ അക്കൂട്ടത്തിൽ യേശുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണമായിരുന്നു. മനസ്സു മാറാതെ ആചാരങ്ങളാണ് മാറിയത്. ക്രിസ്തീയ ഭക്തി ഒരിക്കലും കൂട്ടത്തിലുള്ള ഭക്തിയല്ല. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നതല്ല. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് ദൈവദാസനുണ്ട്, ഞങ്ങളുടെ ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഒരു TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റും അനുഗ്രഹം മാത്രമായിരിക്കും. എന്ത് അജ്ഞാനമാണത്! അതേ രീതിയായിരുന്നു ആ കാലത്തും ഉണ്ടായിരുന്നത്. അധികാരം അവരുടേതായിരുന്നു. ആലയത്തിലും അങ്ങനെ അവർ അധികാരികളായി, നേതാക്കന്മാർ വന്നു. എന്താണ്, ലോകാധികാരങ്ങളും അവർക്കാണ്, സഭയുടെ അധികാരവും അവർക്കായിരുന്നു. അതുകൊണ്ട് അവരുടെ എല്ലാം ആത്മീയത മതത്താലും ആചാരത്താലും നിറഞ്ഞു പോകാനിടയായി. ആ കാലത്ത് എല്ലാവർക്കും ബൈബിൾ ലഭ്യമായിരുന്നില്ല. അന്ന് ബൈബിൾ വായിക്കണമെങ്കിൽ ഗ്രീക്കിലും ഹീബ്രുവിലും വായിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് സാധാരണക്കാർക്ക് വായിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അന്ന് ഗുരുക്കന്മാർ മാത്രമായിരുന്നു വായിച്ചിരുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് അവസാന വാക്ക്. അവർ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു വാസ്തവം. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ കാലത്തും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. പുരോഹിതൻ അവിടെ ഇരിക്കാനിടയാകും. അവരുടെ ചെവിയിൽ പോയിട്ട് അവർ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയും. പരിഹാരത്തിന് വേണ്ടി കുറച്ച് നേർച്ചയും പണവുമൊക്കെ കൊടുത്തിട്ട് പോവുക, നിങ്ങളുടെ പാപം അപ്പോൾ ക്ഷമിക്കപ്പെടുമെന്ന് പറയുന്നു. കൂട്ടം കൂട്ടമായി ആളുകൾ അങ്ങോട്ട് പോകാനിടയായി. ആ കാലത്ത് മതത്തിന്റെ ഗുരുക്കന്മാരുടെ അരികിലേക്ക്, നിന്റെ പിതാവ് മരിച്ച് നരകത്തിലായിരിക്കുന്നു, നരകത്തിലായിരിക്കുന്ന പിതാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ കൊണ്ടുവന്ന് ഇവിടെ കാണിക്ക ആയിട്ടാൽ നിന്റെ പണം ഇവിടെ ഈ കാണിക്കയിൽ വീഴുന്ന സമയത്ത് തന്നെ നിന്റെ പിതാവിന്റെ ആത്മാവ് ഡമ്മെന്ന് പറഞ്ഞ നരകത്തിന് സ്വർഗത്തിലേക്ക് പോകും. എൻ്റെ അപ്പനൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല, ഏതായാലും സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്നുമൊക്കെ കടം വാങ്ങിച്ചിട്ട് കാണിക്ക വഞ്ചിയിൽ കൊണ്ട് ഇടുമായിരുന്നു. എന്നാൽ നരകത്തിൽ കിടക്കുന്നവൻ സ്വർഗത്തിലേക്ക് പോകുമോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത്? നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്. ഇവിടെയുള്ളവർക്ക് അവിടേക്കും അവിടെയുള്ളവർക്ക് ഇവിടേക്കും കടക്കാൻ കഴിയാതെ വണ്ണം അവിടെ വലിയ ഒരു വിടവുണ്ട്. എന്നാൽ അന്നുള്ളവർക്ക് ബൈബിൾ ഇല്ലായിരുന്നു, അവർക്ക് അറിവില്ലായിരുന്നു. അതുകൊണ്ട് ആചാരഭക്തിയിലേക്ക് വീണുപോകാനിടയായി. ആ കാലത്ത് മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുന്നതായ ഒരു ദൈവഭക്തൻ എഴുന്നേൽക്കാനിടയായി. അദ്ദേഹം ഗ്രീക്കും ഹീബ്രുവും ഒക്കെ പഠിച്ചിട്ട് ബൈബിൾ വായിക്കാനിടയായി. ബൈബിൾ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി യേശുക്രിസ്തു പറഞ്ഞതുപോലെ എല്ലാ സഭകളിൽ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. കർത്താവ് പറഞ്ഞ വചനങ്ങൾ വേറെയാണ്, നടക്കുന്ന രീതിയും പദ്ധതികളുമെല്ലാം വേറെയായിരിക്കുന്നു. പാപം ക്ഷമിക്കുന്നതിനായി മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമാണ് അധികാരം ഉള്ളത്. കാരണം അവൻ മാത്രമാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. ഒരു വ്യക്തിക്കും ഒരു ദൈവദാസനും ഒരു നേതാവിനും ഒരു അധികാരിക്കും ഒരു മനുഷ്യന്റെ പാപം ക്ഷമിച്ചു കൊടുക്കാനുള്ള അധികാരം ഇല്ല. ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ ചില ക്രിയകൾ അല്ല, ആചാരങ്ങൾ അല്ല, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അല്ല, പണം കൊടുത്തു വാങ്ങാൻ കഴിയുന്നതല്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നു. വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാം, മാതാവിനോട് പ്രാർത്ഥിക്കാം, യേശുവിനോടും പ്രാർത്ഥിക്കാം.
അവരെല്ലാവരും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ബൈബിൾ വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെയല്ല എന്ന് മനസ്സിലായി. ക്രിസ്തു ഒരുവൻ മാത്രമാണ് പാപം ചെയ്യാത്തവനായി ഉള്ളത്. അതുകൊണ്ട് മറ്റൊരു നാമത്തിലും രക്ഷയില്ല. യേശുവിന്റെ നാമത്തിൽ മാത്രമാണ് രക്ഷയുള്ളത്. അവൻ മാത്രമാണ് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത്. അങ്ങനെ ഇവയെല്ലാത്തിനെയും കുറിച്ച് പഠിച്ച് 99 തീസിസ് എഴുതിയിട്ട് ആ കാലത്തുണ്ടായിരുന്ന ആലയങ്ങളിൽ പതിച്ചപ്പോൾ തൽഫലമായി ഒരു വലിയ ഉണർവുണ്ടാകാനിടയായി. സഭ എഴുന്നേൽക്കുവാൻ ഇടയായി. ദൈവത്തോട് കൂട്ടായ്മ അനുഷ്ഠിക്കുന്നത്, ദൈവത്തോട് സംസാരിക്കുന്നത്, അവന്റെ നാമത്തിലുള്ളതായ അനുഗ്രഹങ്ങൾ നേരെ നേടിയെടുക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്തു ചോദിച്ചാലും പിതാവ് അത് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസം സഭയിൽ ഉണ്ടാകുവാൻ ഇടയായി. വീണ്ടും ഇപ്പോഴും അതാണ് വേണ്ടത്. ഇപ്പോൾ എത്രയോ സഭകളിൽ, എത്രയോ ഡിനോമിനേഷനുകളിൽ, എത്രയോ ദൈവദാസന്മാർ, ഇടയ്ക്ക് കുറച്ച് ആളുകൾ ഈ TV പ്രോഗ്രാമുകൾക്ക് വന്നതിന് ശേഷം ഇതിനു മുമ്പ് നിങ്ങൾ ഏത് സഭയിലായിരിക്കുന്നുവോ അവിടുത്തെ ഉപദേശങ്ങൾ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. കാരണം നിങ്ങൾ മറ്റ് സഭകളിൽ പോകുകയില്ല. നിങ്ങളുടെ ദൈവദാസൻ എന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത്, അതാണ് നിങ്ങൾ പഠിച്ചിരുന്നത്, അതാണ് നിങ്ങൾ ശരിയാണെങ്കിലും അല്ലെങ്കിലും പിന്തുടർന്ന് പോകുന്നത്. എന്നാൽ ഈ TV പ്രോഗ്രാമുകളൊക്കെ വന്നതിന് ശേഷം ഒരു ദൈവദാസന്റെ പ്രസംഗം കഴിഞ്ഞാൽ മറ്റൊരു ദൈവദാസൻ, അങ്ങനെ ഓരോരുത്തർ മാറി മാറി വന്നിട്ട് അവരവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം 24 മണിക്കൂർ അല്ലെങ്കിൽ കുറേ സമയം ഇരുന്നു കൊണ്ട് നിങ്ങൾ ക്രിസ്തീയ ചാനലുകളിൽ വരുന്ന പ്രസംഗങ്ങൾ കേട്ടാൽ തീർച്ചയായും നിങ്ങളുടെ തല കറങ്ങാനിടയാകും. ഒരാൾ വന്നിട്ട് വീഴിക്കും, മറ്റൊരാൾ വന്നിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും, മറ്റൊരാൾ വന്നിട്ട് പാട്ടുകൾ പാടും, ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യും. ഒരു മനുഷ്യനും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ യേശുവിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മറ്റൊരാൾ വന്ന് പറയും. എന്താണ്? ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യം മാത്രം എടുത്തുകൊണ്ട് ഒരിക്കലും വിവരിക്കരുത്. വചനങ്ങളെല്ലാം പരിശോധിച്ചിട്ട് അതിന്റെ സാരാംശമാണ് പ്രസംഗിക്കേണ്ടത്. അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന്റെ കയ്യാൽ വിളിക്കപ്പെട്ടതായ വചനമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പറയുന്നതാണ് സത്യവചനം. മനുഷ്യന് തോന്നുന്ന കാര്യങ്ങൾ, മനസ്സിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്നതല്ല യഥാർത്ഥ സുവിശേഷ പ്രസംഗം. ഈ കാലത്ത് ആലയത്തിലേക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഈ ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു, ആ ദൈവദാസൻ അങ്ങനെ പ്രസംഗിക്കുന്നു. ഏതാണ് സത്യം? ഏതാണ് യാഥാർത്ഥ്യം? ഒരു കൂട്ടരാണെങ്കിൽ ആഭരണങ്ങളൊന്നും ധരിക്കാൻ പാടില്ല, എല്ലാം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറയുന്നു. മറ്റൊരു കൂട്ടരാണെങ്കിൽ ദൈവം പുറമേ ഉള്ളത് നോക്കുന്നില്ല, ദൈവം മനസ്സാണ് നോക്കുന്നത്. നീ എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല, നീ എത്ര ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് വന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്നു. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ്? ഒന്നുകിൽ ആ എക്സ്ട്രീം അല്ലെങ്കിൽ ആ എക്സ്ട്രീം. ബൈബിളിൽ ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്, ചില ഓപ്ഷൻസ് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ വ്യക്തിത്വം അനുസരിച്ച്, നിന്റെ അവസ്ഥ അനുസരിച്ച്, നിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് നിനക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ലോകക്കാരെല്ലാം ചെയ്യണമെന്ന് അർത്ഥമില്ല. നിന്നോട് ദൈവം സംസാരിക്കുന്നു, നീ ആഭരണം ഉപേക്ഷിക്കുക, വെള്ളസാരി എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ട് എല്ലാ വ്യക്തികളും വെള്ളവസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് വെള്ളവസ്ത്രം നൽകുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ അത് ഈ ലോകത്തിലുള്ളതായ വെള്ളവസ്ത്രങ്ങൾ അല്ല, അത് ദൈവം നൽകുന്നതായ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ളതായ ഈ കോട്ടണും ടെറി കോട്ടണും ഈ വൂൾ പോളിസ്റ്റർ വസ്ത്രങ്ങൾ ഒന്നും തന്നെയല്ല. അത് എന്തു ചെയ്യണമെന്ന് അറിയാതെ എല്ലാം അല്പാൽപം ചെയ്ത് സത്യമായ വിഷയത്തെ വിട്ടിട്ട് ആചാരമനുഷ്ഠിക്കാനിടയായി. മനുഷ്യന്റെ പദ്ധതികളെ ആചരിച്ചുകൊണ്ട് ഇന്നത്തെ സഭകൾ, ജീവനുള്ളവനെന്ന പേര് നിനക്കുണ്ടെങ്കിലും നീ ഇപ്പോൾ മരിച്ചവനാകുന്നു. ഭക്തിയുള്ളതായ
നിന്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് നിന്റെ ഭക്തിയെ വിശ്വസിക്കുന്നില്ല? അനേക കാലമായിട്ട് നീ പ്രാർത്ഥിക്കുന്നു, കർത്താവിൽ നീ വിശ്വസിക്കുന്നു, എന്നാൽ നിന്നെ നോക്കിയിട്ട് നിന്റെ ഭർത്താവ് എന്തുകൊണ്ട് മാറുന്നില്ല? നോക്കൂ, യഥാർത്ഥമായി നാം കർത്താവിന്റെ മാർഗത്തിൽ ജീവിച്ചാൽ, അവന്റെ വചനം നാം അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, അവന്റെ സുഗന്ധം നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളിൽ കൂടെ വെളിയിൽ വരുവാൻ ഇടയാകും. കുറെ മുല്ലപ്പൂക്കൾ നാം ഇവിടെ കൊണ്ട് വെക്കുകയാണെന്ന് വിചാരിക്കുക. ആ മുല്ലപ്പൂക്കളോട് എന്തെങ്കിലും ഒരു മൈക്ക് കൊടുത്തിട്ട് നിങ്ങളെക്കുറിച്ച് പറയുവാൻ ഞാൻ പറയണമോ? അതങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ മൂക്കുകൾക്ക് തിരിച്ചറിയാം അതിന്റെ നല്ല മണം, നല്ല സുഗന്ധമുണ്ട്. അതവിടെ ഇരിക്കുന്നു എന്നുള്ളത് അതിന്റെ സുഗന്ധം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതവും അങ്ങനെയായിരിക്കണം. നിന്റെ ഓഫീസിൽ നീ സുഗന്ധം പരത്തുന്നതായ, ക്രിസ്തുവിന്റെ സുഗന്ധം പരത്തുന്നതായ ഒരു വ്യക്തി ആയിരിക്കണം. നിന്റെ ഭർത്താവ് നിന്നിലെ മാറ്റം കണ്ടിട്ട്, നിന്നിലെ നന്മ കണ്ടിട്ട് പറയണം, നിന്റെ ദൈവം എനിക്കും വേണമെന്ന്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ദേശക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മെ കാണുന്ന ആളുകൾ, നമ്മുടെ ജീവിതത്തിലെ മാറ്റം കാണുന്ന ആളുകൾ, നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തുവിന്റെ പ്രകാശം കാണുന്നവർ, അവന്റെ സ്നേഹത്തെ അറിയുന്നവർ അവങ്കിലേക്ക് തിരിയുവാനിടയാകും. എന്തുകൊണ്ട് തിരിയുന്നില്ല? എന്തുകൊണ്ട് മാറുന്നില്ല? ഉപ്പിന് രുചിയില്ലെങ്കിൽ അതിനെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളുകയില്ല. ഉപ്പിന് അതിന്റെ രുചി നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രുചിയില്ലാത്ത ഉപ്പ് ഉപ്പല്ല. കാണുമ്പോൾ വെളുത്തു തന്നെ ഇരിക്കും, കാണുമ്പോൾ ഉപ്പ് പോലെ തന്നെ ഇരിക്കും. എന്നാൽ ഉപ്പിനുള്ളതായ രുചി അതിന് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അത് കറിയിലിട്ടാലും പ്രയോജനമില്ല, അത് വെള്ളത്തിൽ ഇട്ടാലും പ്രയോജനമില്ല, അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. അതുപോലെ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ളവരും അവരുടെ രുചി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പേര് നല്ലതാണ്, ക്രിസ്ത്യാനി എന്നാണ് വിളിക്കുന്നത്. പുറമെ പാട്ടുകൾ പാടുന്നു, സാക്ഷ്യം പറയുന്നുണ്ട്, ആരാധന നടത്തുന്നുണ്ട്, സ്തോത്രകാഴ്ച കൊടുക്കുന്നു, കർത്താവിന്റെ തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാകുന്നു, കർത്താവിന്റെ നാമത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുവെന്ന് ഭാവിക്കുന്നു, ദൈവം എനിക്ക് നന്മ ചെയ്തുവെന്ന് സാക്ഷ്യങ്ങൾ പറയുന്നു. എന്നാൽ നിന്റെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയുണ്ട്? നിന്റെ ഹൃദയത്തിൽ നീ എങ്ങനെയായിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെല്ലാം ചെയ്തിട്ടും നിന്റെ ഹൃദയത്തിൽ ഒരു സംതൃപ്തി ഇല്ല എങ്കിൽ, ഇഫ് there is an emptiness, ഒരു വാക്യം ഉണ്ടെങ്കിൽ, ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ യഥാർത്ഥമായൊരു വിശ്വാസി അല്ല എന്നാണ് അർത്ഥം. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആദിമ സഭയിലുണ്ടായിരുന്നതായ അടിസ്ഥാന കല്ലാണ്. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. നിർജീവമായ ഒരു ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, നാമധേയ ഭക്തിയിലേക്ക് ഞങ്ങൾ വീണു പോകാതെ, കർത്താവേ, അടിസ്ഥാനങ്ങൾ തകർന്നു പോകാതെ, ഈ ദിവസങ്ങളിൽ സഭകളിൽ നിർജീവ അവസ്ഥയെ കാണുന്ന ഈ ദിവസങ്ങളിൽ ബാലിന്റെ ഉപദേശത്താൽ, ഇസബേലിന്റെ ഉപദേശത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ സമയത്ത് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട്, നിന്റെ ക്രൂശിലെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട്, നിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.